കേന്ദ്ര ബജറ്റ് കോർപ്പറേറ്റുകൾക്ക് സഹായകരമായതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. രാജ്യത്തെ സർവ്വമേഖലയും ബജറ്റ് മന്ദഗതിയിലാക്കുമെന്നും യെച്ചൂരി വ്യക്തമാക്കി. കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് പൂർണ്ണ അവഗണനയെന്ന് കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. കേരളത്തിന് പൂർണ്ണമായ നിരാശ സമ്മാനിക്കുന്നതാണ് കേന്ദ്ര ബജറ്റെന്ന് ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. മലയാളികളെ അപമാനിക്കുന്ന ബജറ്റെന്ന് P. സന്തോഷ് കുമാർ MP പറഞ്ഞു. ബീഹാർ ആന്ധ്ര കോറിഡോറായി ബജറ്റ് മാറിയെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. രാജ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ബജറ്റെന്ന് P. ശിവദാസൻ MP അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ യുവാക്കളെ കേന്ദ്ര സർക്കാർ വഞ്ചിച്ചുവെന്ന് A. റഹീം MP പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് പൂർണ്ണ അവഗണനയെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി കൊടുത്തപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് കടുത്ത അവഗണനയാണ് കാണിച്ചത്. എയിംസ്, റെയിൽവേ വികസനം, ടൂറിസം മേഖല എന്നീ കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, കേരളം എന്ന വാക്കുപോലും ബജറ്റിൽ ഒരിക്കൽ പോലും പരാമർശിച്ചില്ല. ഇതിനെതിരെ CPIM-ഉം ഇടതുപക്ഷ MPമാരും രൂക്ഷമായാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത്. और जो समस्याएं देश के लोगों के सामने हैं, बढ़ती हुई बेरोजगारी, बढ़ती हुई महंगाई, खास तौर पे फूड इन्फ्लेशन, ऐसे चीज़ों के बारे में उनको सही ढंग से जिस तरीके से एड्रेस करना चाहिए था वो नहीं हुआ. इस हालत में जो चाहिए था वो ये था कि खर्चा जो है सरकारी खर्चा वो बढ़े. ഏതെങ്കിലും വ്യത്യസ്ത താല്പര്യങ്ങൾ വെസ്റ്റേൺ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ബഡ്ജറ്റിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഞങ്ങളുടെ കൂടെ നിൽക്കാത്തവരെ ഞങ്ങൾ ദ്രോഹിക്കും, അല്ലെങ്കിൽ അവരെ അവഗണിക്കും, അല്ലെങ്കിൽ അവർക്കൊന്നും കൊടുക്കില്ല എന്നുള്ള ഒരു സമീപനവും ഇതിൽ കാണാൻ വേണ്ടി കഴിയും. 2 മന്ത്രിമാരുണ്ടായി നമ്മുടെ കേരളത്തിൽ BJP-യുടെ. ആ 2 മന്ത്രിമാരുണ്ടായിട്ടും കേരളത്തോട് യാതൊരു തരത്തിലുള്ള പരിഗണനയും കാണിച്ചില്ല എന്ന് മാത്രമല്ല, അവഗണന കൂട്ടുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ട് ധനകാര്യമന്ത്രി ബാലഗോപാൽ സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് ഒന്നുപോലും പരിഗണനയ്ക്കെടുത്തില്ല എന്നുള്ളതാണ്. ഭരണം നിലനിർത്തുവാൻ വേണ്ടി കേന്ദ്ര ബഡ്ജറ്റിനെ പണയം വെച്ചിരിക്കുകയാണ് ഈ സർക്കാർ. സൗത്ത് ഇന്ത്യ ഒരർത്ഥത്തിൽ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു എന്ന് പറയാം. ബീഹാറിനും ആന്ധ്രക്കും പ്രത്യേക സഹായം കൊടുക്കുന്നതിനൊന്നും ഞങ്ങളാരും എതിരല്ല. അഗ്രികൾച്ചർ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ആനിമൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഫിഷറി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇവയ്ക്കെല്ലാം കൊടുക്കേണ്ടുന്ന തുകയിൽ വലിയ വെട്ടിക്കുറവുകളും ചില സ്ഥാപനങ്ങൾക്ക് നൽകാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. രാജ്യത്തെ യുവതിയുവാക്കളെ പൂർണ്ണമായി വഞ്ചിച്ചൊരു ബഡ്ജറ്റാണിത്. ഇവിടെ യുവതിയുവാക്കൾക്ക് നൽകിയിരിക്കുന്ന സമ്മാനം ഇന്റേൺഷിപ്പാണ്. തൊഴിലിന് പകരം ഇന്റേൺഷിപ്പ് കൊടുക്കുകയാണ്. ഇടതുപക്ഷ MPമാരോടൊപ്പം കേരളത്തിൽ നിന്നും UDF MPമാർക്കും കേരളത്തെ കേന്ദ്രം തഴഞ്ഞു എന്നതിൽ മറിച്ചൊരു അഭിപ്രായമില്ല. ബജറ്റ് സമ്മേളന കാലയളവിൽ ഇതിനെതിരെ വൻ പ്രതിഷേധം ഉയരുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.